വല്ല കാര്യവും ഉണ്ടായിരുന്നോ ഈ ട്രംപിന്? വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ട്രംപിൻ്റെ പെരുമാറ്റത്തിന് മോദിയുടെ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒരവസരം വരുമ്പോഴായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത് ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യും, ഇത്ര ക്രൂരമായിട്ട് ചെയ്യും, ഇത്ര നിസ്സാരമായിട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചില്ല. ട്രംപിന് മോദി ഡയറക്റ്റ് ഒരു മറുപടി കൊടുത്തേയില്ല. പകരം മറുപടി കൊടുത്തത് ജയ്സ്വാൾ എന്ന വിദേശകാര്യ വകുപ്പിലെ വക്താവാണ്. ട്രംപിന് മറുപടി മോദി കൊടുത്താൽ പിന്നെയും ട്രംപിന് അതൊരു അന്തസ്സാണ് എന്ന് വിചാരിക്കാം. കാരണം ഒരു രാഷ്ട്രത്തലവൻ വേറൊരു രാഷ്ട്രത്തലവന് കൊടുക്കുന്ന മറുപടി എന്നുള്ള നിലയ്ക്ക് ആ മറുപടി ഒരല്പം കയ്പുള്ളതാണെങ്കിൽ പോലും ആ സ്റ്റാറ്റസിൽ നിന്ന് വരുന്നതാണ്. ഇത് അതുമല്ല, വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവിനെ കൊണ്ട് മറുപടി കൊടുപ്പിച്ചു. വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പത്രക്കാരുടെ. അപ്പോൾ അതിൽ പത്രക്കാർ ഇതെടുത്തിട്ടു, ഇങ്ങനെയൊക്കെ ട്രംപ് പറഞ്ഞല്ലോ, ട്രംപ് മധ്യസ്ഥമൊക്കെ വഹിച്ചിരുന്നോ, ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളോട് സംസാരിച്ചു, ഒരുപാട് പേര് അന്വേഷിച്ചു, ചിലരെ അങ്ങോട്ട് വിളിച്ചു, ചിലർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ. അപ്പോൾ ഈ സംഘർഷത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് JD വാൻസ് അദ്ദേഹം നരേന്ദ്രമോദിയോട് സംസാരിച്ചു. മോദിയും ഈ സംഘർഷത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു, അതല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അല്ല, അപ്പോൾ വെടിനിർത്തലിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. വെടിനിർത്തൽ പാകിസ്ഥാനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അത് ഉച്ചയ്ക്ക് 12:37 അവരുടെ ഹോട്ട്ലൈൻ ആദ്യം വരുന്നത്. അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് DGMO അദ്ദേഹമാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ പാകിസ്ഥാന് എന്തോ ഹോട്ട്ലൈൻ കണക്ഷൻ കിട്ടുന്നില്ല, ടെക്നിക്കൽ പ്രോബ്ലമാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം 3:35 പാകിസ്ഥാൻ ഇത് പറയുന്നത്. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പറഞ്ഞത്, ഞങ്ങൾ നിർത്തി, നിങ്ങൾ നിർത്തണം, വി ആർ ലേയിങ് ഡൗൺ അവർ ആംസ്, യു ഓൾസോ പ്ലീസ് സ്റ്റോപ്പ് എന്ന്. അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാനില്ലല്ലോ, ശരി എന്ന് സമ്മതിച്ചു. അതിന് കണ്ടീഷൻസോ സംഗതിയോ ഒക്കെ പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞാണ് വെച്ചത്. പിന്നെ അത് 12-ാം തീയതി ആയിരുന്നു. ഇന്നെന്തോ കുറച്ച് സംസാരിച്ചു, പിന്നെ മുന്നോട്ട് പോയിട്ടില്ല, അങ്ങനെ നിൽക്കുന്നു. ഏതായാലും ട്രംപിനുള്ള മറുപടിയായി, ട്രംപ് ഈ പറഞ്ഞ മധ്യസ്ഥതയൊന്നും വഹിച്ചിട്ടില്ല, കാശ്മീർ പ്രശ്നം തീർത്ത് കളയും. ഇതൊക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതല്ലാതെ ഇന്ത്യയോടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് അതേപ്പറ്റിയൊന്നും പറയാനുമില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കാശ്മീരാണ് അവരുടെ പ്രശ്നമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പാകിസ്ഥാൻ പിടിച്ചെടുത്ത കാശ്മീരുണ്ട്, പാക് ഓക്കുപ്പൈഡ് കാശ്മീർ. അതെപ്പോൾ തിരിച്ചു തരും, എങ്ങനെ തിരിച്ചു തരും എന്നൊക്കെയുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ടെററിസ്റ്റുകളെ ആരെങ്കിലും കൈമാറാനോ പിടിക്കാനോ ഉണ്ടെങ്കിൽ അതും നമുക്ക് ചർച്ച ചെയ്യാം, എവിടെ വെച്ച് കൈമാറും, എത്ര പേരുണ്ട് എന്നൊക്കെയുള്ളത്. ഇതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യാനില്ല, ഒന്നും ചർച്ച ചെയ്യാനില്ല. അല്ലെ, ഇൻഡസ് വാട്ടർ ട്രീറ്റി അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തതാണ്, അതത്രേ ഉള്ളൂ. പിന്നെ ഡിപ്ലോമാറ്റ് നമ്മുടെ ഇവിടെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലുണ്ടായിരുന്ന 10-25 പേരോട് സ്ഥലം വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂറിനകം. ഇവിടെ ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, അങ്ങനെ തന്നെയാണ്, വേണ്ടാതിനം കാണിക്കുന്നു, അൺനെസസറി ബിഹേവിയർ, അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ 2 കാര്യം വേണമെങ്കിൽ POK നമുക്ക് ചർച്ച ചെയ്യാം. ടെററിസ്റ്റെ പറ്റി എന്തെങ്കിലും അവർക്ക് പറയാനുണ്ട്, ടെററിസ്റ്റ് കൈമാറാനുണ്ടെങ്കിൽ അതും ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ട്രംപിനെ വെറും ഷൂ എന്നാക്കി. JD വാൻസ് വൈസ് പ്രസിഡൻറ്റിന് ചെറിയൊരു സ്റ്റാറ്റസ് കൊടുത്തു, വൈസ് പ്രസിഡൻറ്റ് മോദിയോട് സംസാരിച്ചതാണ് എന്ന് പറഞ്ഞു. ബാക്കി ഒരുപാട് രാജ്യങ്ങളൊക്കെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് ട്രംപിനെ ഡീൽ ചെയ്ത് കളഞ്ഞു.
ട്രേഡിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? ട്രേഡും ടെററും ഒരുമിച്ച് പോവില്ലല്ലോ. ബ്ലഡും വാട്ടറും ഒരുമിച്ച് പോവില്ലല്ലോ. അത് പ്രധാനമന്ത്രിയും പറഞ്ഞു കേട്ടോ. പ്രധാനമന്ത്രി ഇന്ന് ചെയ്ത ഒരു കാര്യം, നമ്മളെ പഞ്ചാബിലെ ആദംപൂർ എന്ന് പറയുന്ന എയർബേസ് പാകിസ്ഥാൻ വലിയ സാറ്റലൈറ്റ് ഫോട്ടോയൊക്കെ കാണിച്ചിട്ടൊരു പ്രദർശനം നടത്തി. ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബേസായ ആദംപൂർ പഞ്ചാബിലെ ഞങ്ങൾ തകർത്ത് കളഞ്ഞു. ഫോട്ടോ കണ്ടോ? ഇവിടെ വെച്ചിട്ട് ഒരു S-400 ബാറ്ററി പ്ലസ് 2 മിഗ് വിമാനങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ തകർത്ത് കുളമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു. മോദി ഈ ആദംപൂർ എയർബേസിൽ പോയി 2 മിഗ് വിമാനം പിടിച്ച് അവിടെ ഇടാമെന്ന് പറഞ്ഞു. അതിട്ടു. S-400 കൊണ്ടുവന്ന് നിർത്തി. അതിൻ്റെ മുമ്പിൽ വെച്ച് പട്ടാളക്കാരോട് സംസാരിച്ചു. സാറ്റലൈറ്റും മണ്ണാങ്കട്ടയൊന്നും വേണ്ട, നേരെ ഫോട്ടോ എടുത്തോ, നേരെ വീഡിയോ എടുത്തോ. രഹസ്യമായിട്ട് സാറ്റലൈറ്റ് വഴിയൊക്കെ എടുക്കാൻ നിൽക്കുന്നത് എന്തിനാണ്? നേരെ എടുത്തോന്ന് ഞാൻ നിൽക്കുകയല്ലേ. നിങ്ങൾ തകർത്തു എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്നു. നിങ്ങൾ തകർത്തു എന്ന് പറഞ്ഞ ആയുധങ്ങളും എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം. മോദി പറഞ്ഞു, 3 കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. 1, ഇനി ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ തിരിച്ച് അറ്റാക്ക് ഉണ്ടാവും. അതൊന്ന്. 2, ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെയും അവരെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെയും 2ആയിട്ടല്ല 1ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു കാര്യം. 3ാമത് അദ്ദേഹം പറഞ്ഞത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ടെററിസത്തിൻ്റെ അന്ത്യം കാണാതെ ഞങ്ങൾ അടങ്ങുകയില്ല. ഇപ്പോൾ ഏത് നിമിഷവും പാകിസ്ഥാന് അടികിട്ടാം എന്നർത്ഥം. ഈ 3 കാര്യങ്ങളും പറഞ്ഞ് ഒരു 28 മിനിറ്റ് മോദി അവിടെ നിന്നു. പട്ടാളക്കാരുടെ തോളത്ത് കൈവച്ച് ഫോട്ടോ എടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു, എന്തല്ല. കാണേണ്ടവരൊക്കെ കണ്ടോടാ എന്ന് പറഞ്ഞ് പാകിസ്ഥാന് മറുപടി കൊടുത്തു. ഇത് മോദി ചെയ്ത കാര്യം. മോദി ട്രംപിന് മറുപടി കൊടുക്കാനേ പോയില്ല എന്ന്. എനിക്കതാണ്, ഞാൻ ഈ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ, എനിക്കൊരല്പം സഹതാപം തോന്നിപ്പോയത്. മറുപടി അർഹിക്കുന്നവനല്ല എന്നൊരു മെസ്സേജാണ് മോദി കൊടുത്തിരിക്കുന്നത്. അത് മഹാമോശമായി പോയി. ട്രംപ് സൗദി അറേബ്യയിൽ വന്നു, അവിടെ വാചകമൊക്കെ അടിക്കുന്നു, അവിടെയൊക്കെ നടപ്പുണ്ട്. ട്രംപ് ഈ വിവരം അറിയാവുന്നിരിക്കില്ല. ആൾക്കാർ അറിയിക്കുമല്ലോ, അദ്ദേഹത്തിൻ്റെ സഹായികളൊക്കെ അറിയിക്കും, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിയിക്കും. ശരി, ഇനിയിപ്പോൾ എപ്പോൾ എന്ത് പറയണം എന്നൊക്കെ ട്രംപ് തീരുമാനിക്കട്ടെ. അതുപോയി. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി പാകിസ്ഥാനിലെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഏകദേശം കൺഫേംഡായി. അവിടെ നടന്ന ഭൂകമ്പങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അമേരിക്കയുടെ ഒരു റേഡിയേഷൻ സർവീലൻസ് എയർക്രാഫ്റ്റ്, റേഡിയേഷൻ ഉണ്ടോ എത്രയുണ്ട് എന്നൊക്കെ നോക്കുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ അടങ്ങിയ സ്പെഷ്യൽ ഫ്ലൈറ്റ് പാകിസ്ഥാനിൽ വന്നിറങ്ങി. അതുകൂടാതെ റേഡിയേഷൻ തടയുന്ന ബോറോൺ എന്ന മെറ്റീരിയലുമായിട്ട് അത് ഈജിപ്തിലെ നൈൽ നദീതീരത്താണ് കൂടുതലും ഖനനം ചെയ്യപ്പെടുന്നത്. ഈജിപ്തിൽ നിന്ന് 4-5 വിമാനങ്ങൾ ബോറോണും നിറച്ച് പാകിസ്ഥാനിൽ വന്നിറങ്ങി. പാകിസ്ഥാൻ്റെ ഇതിന് ചുറ്റുമുള്ള കിരാണ ഹിൽസിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു 100 ഗ്രാമങ്ങൾ അവർ ഒഴിപ്പിച്ചിട്ടുണ്ട്. 100 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ ഒഴിപ്പിച്ചു എന്ന് പറയുന്നു. അത് പക്ഷേ ഒരു അതിശയോക്തിയാവാനാണ് സാധ്യത. 100 ഗ്രാമം എന്നുള്ളത് ആരെങ്കിലും 100 കിലോമീറ്റർ എന്നാക്കിയതാവും എനിക്ക് തോന്നുന്നു. ഏതായാലും 100 എന്നുള്ള ഫിഗർ മനസ്സിൽ വയ്ക്കുക. ആ ഗ്രാമങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കാരണം ക്യാൻസറും മറ്റ് രീതിയിലുള്ള അസുഖങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് റേഡിയേഷൻ കൊണ്ട്. ഇത് വലിയൊരു ആറ്റം ബോംബ് പൊട്ടിയതല്ല, പക്ഷേ ആറ്റം ബോംബിൻ്റെ ഘടകങ്ങൾ വെച്ച സ്ഥലത്ത് സ്ഫോടനമുണ്ടായിട്ട് വരുന്ന റേഡിയേഷൻ, ഒരു ലോ ഇൻറ്റൻസിറ്റി ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ്റെ 170 ആണവ ആയുധങ്ങളാണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് എന്ന് പാകിസ്ഥാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിലൊരു 60 മുതൽ 70 വരെ എണ്ണം ഈ പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് നശിച്ചുപോയി. ഇനിയിപ്പോൾ അവിടെ കയറാൻ പറ്റില്ല. അതിൻ്റെ കൂടെ അവർക്ക് പറ്റിയതായിട്ട് പുറത്തു വരുന്ന വാർത്ത, ഈ ആണവ
കമ്പോണൻസ് സൂക്ഷിച്ച സ്ഥലത്ത് ഇത് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് സംയോജിപ്പിച്ച് ഫുൾ ന്യൂക്ലിയർ ബോംബ് ആക്കാനുള്ള ടെക്നോളജിയൊക്കെ അറിയാവുന്ന സയൻറ്റിസ്റ്റുകൾ, എൻജിനീയർമാരെല്ലാം ഈ 10-50 മീറ്റർ താഴെ പോയി ഈ സെറ്റപ്പിനകത്ത് ഉണ്ട്. അവരുണ്ടെങ്കിൽ അവരവിടെ തന്നെ കിടന്ന് മരിച്ചു കാണും. വളരെ ദയനീയമായ ഒരു മരണമായിരിക്കും അവരുടെ. പക്ഷേ എന്ത് ചെയ്യാനാണ്? പാകിസ്ഥാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. എന്നാൽ പാകിസ്ഥാൻ എവിടെയൊക്കെ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ എന്നുള്ള ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഒഫീഷ്യലി പാകിസ്ഥാൻ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലം എവിടെയൊക്കെയാണെന്ന് അവരെയും അറിയിച്ചിട്ടുണ്ട്. ആ ഭാഗം ഒഴിവാക്കി വേണം ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇത്തവണ ആ കരാർ നമ്മൾ ലംഘിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ ബീഹാറിലെ, അതിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു തിരിച്ചടി അവർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അടിയായിരിക്കും. ആരും സങ്കല്പിക്കില്ലല്ലോ ഇങ്ങനൊരു കരാർ ലംഘിക്കുമെന്ന്. ആ കരാർ ഞാൻ ലംഘിക്കാൻ പോവാണ്, ആവശ്യം വന്നാൽ അത് ചെയ്യും എന്ന് തന്നെയാണ് മോദി പറഞ്ഞത്. അത് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാൻ ചെന്ന് പെട്ടിരിക്കുന്ന അവസ്ഥ, സ്വന്തം ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു രാഷ്ട്രമാണ്. അല്ല, അത് ഇന്ത്യ വന്ന് ചെയ്തതല്ലേ? ശരി, ഇന്ത്യയെ അവിടം വരെ കൊണ്ടുവരാൻ ഉത്തരവാദി ആരാ? ഇതാണ് റെസ്പോൺസിബിളായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ ചോദ്യം. നിങ്ങൾ ഈ ചൊറിഞ്ഞ് അവരെ ഈ അവസ്ഥ വരെ എത്തിച്ചു. നിങ്ങളൊരു തെമ്മാടി രാഷ്ട്രമാണ്. നിങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ അസറ്റ്സ് വയ്ക്കാൻ കൊള്ളില്ല. ഇപ്പം മെല്ലെ വളർന്നു വരുന്ന ഒരു സജഷൻ, അത് വാസ്തവത്തിൽ സൗദി അറേബ്യയും അതിൻ്റെ കൂടെയുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഈ ആണവായുധങ്ങൾ സൗദി അറേബ്യയിലേക്ക് മാറ്റുക, കുറച്ചുകൂടെ മെച്യൂർഡായിട്ടുള്ള, ഇവർക്കെല്ലാം ഒരു തോന്നലുണ്ട് ഈ ന്യൂക്ലിയർ കൈവശമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒന്ന് പാകിസ്ഥാനാണ്, പിന്നെ ഒന്ന് ഇറാനാണെന്നും അല്ലെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇറാൻ ഇതുവരെ അങ്ങനെ ആണവശക്തിയെന്ന് അറിയപ്പെട്ടിട്ടില്ല. എന്നാൽ ഇറാൻ ഇടയ്ക്കിടയ്ക്ക് മസിൽ പിടിപ്പിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഉറപ്പായിട്ടും ആണവശക്തിയാണ്. അപ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത തെമ്മാടി രാഷ്ട്രമായ പാകിസ്ഥാനിൽ ഇത് വയ്ക്കാൻ പറ്റില്ല. നാളെ ബലൂചിസ്ഥാൻ, പക്തൂണിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞത് 4 കഷ്ണമായി കഴിഞ്ഞാൽ ഇത് ആരുടെ കയ്യിലായിരിക്കും ഇതിൻ്റെ നിയന്ത്രണം എന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ലഷ്കർ-ഇ തയ്ബ ഇവരുടെയൊക്കെ കയ്യിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരെന്തും ചെയ്യുമല്ലോ. അപ്പോൾ സേഫായിട്ട് മെച്യൂർഡായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയ്ക്കും ഇത് വേണമെന്നുണ്ട്. അവരിത് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയെങ്കിലും പറ്റിയിട്ടൊന്നുമില്ല. അവർക്ക് ഇറാനെ ഭയമുണ്ട്. ഇറാൻ ഷിയയാണ്, സൗദിയും പാകിസ്ഥാനും ഒക്കെ സുന്നിയാണ്. ഷിയ സുന്നി വഴക്ക് ഭൂമിയിലെ ഏറ്റവും വലിയ വഴക്കാണ്. അതുകൊണ്ട് എപ്പോൾ എന്തും സംഭവിക്കാമെന്ന് സൗദി അറേബ്യയ്ക്കൊരു പേടിയുണ്ട്. അതിന് ബാക്കപ്പായിട്ട് ഈ ആണവായുധങ്ങൾ സൗദി അറേബ്യയിലേക്ക് ഞങ്ങൾ നോക്കിക്കോളാം, വി ആർ റെസ്പോൺസിബിൾ, വി ആർ ഇൻ ഗുഡ് ടേംസ് വിത്ത് എവരിബഡി. സൗദി അറേബ്യ അങ്ങനെ ഒരു രാജ്യവുമായിട്ടും വലിയ വഴക്കൊന്നും ഇല്ലാതെ പോകുന്നവരാണ്, എക്സെപ്റ്റ് യമൻ ഹൂത്തി. അവരെ ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യ ചവിട്ടി നാശമാക്കി കളയും. ഇതല്ലാതെ സൗദി അറേബ്യയ്ക്ക് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. ഉണ്ട്, ISIS അവരുടെ ശത്രുവാണ്. പക്ഷേ ISIS ഇതുവരെ സൗദി അറേബ്യ തൊട്ടിട്ടില്ല. മുഹമ്മദ് ബിൻ സൽമാൻ വളരെ പ്രോഗ്രസീവായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ്. ഏകാധിപതിയായിക്കോട്ടെ, പക്ഷേ ബെനവലൻ്റാണ്, നല്ല സ്വഭാവക്കാരനാണ് എന്നൊക്കെയുള്ള റെപ്യൂട്ടേഷനുണ്ട്. അപ്പോൾ ആണവായുധം ഏകദേശം പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള ആലോചനയിലാണ് ലോകം. ഇനി വരും ദിവസങ്ങൾ വളരെ ഡൈനാമിക്കായിരിക്കും കേട്ടോ. വളരെ വലിയ സംഭവ വികാസങ്ങൾ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഇതൊക്കെ വരാനിരിക്കുന്നു. ഏതായാലും ഭാരതം നമ്മുടെ കുതിപ്പിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. നമ്മളുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ എല്ലാം ഷെയർ വാല്യൂ മാർക്കറ്റിൽ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഫോർജ്, അത് ഇതെല്ലാം. ചൈനയുടെ ആയുധ വ്യാപാരം, അവരുടെ ഷെയർ കുത്തനെ കുറഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ വിമാനങ്ങളോ റഡാറോ ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലായി. ആഫ്രിക്കൻ രാജ്യങ്ങൾ കുറച്ച് പേരൊക്കെ അവർക്ക് ഓർഡർ കൊടുത്തിരുന്നു. ആ ഓർഡർ ക്യാൻസൽ ചെയ്യാനായിട്ട് അവർ ആലോചിക്കുന്നു. അതേസമയം നമ്മുടെ ആകാശ് മിസൈലിന് വല്ലാത്ത ഡിമാൻഡ് വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
ഭാരതം പ്രതിസന്ധിയിൽ നിന്ന് കരകയറി മാത്രമല്ല, പ്രതിസന്ധിയിൽ നിന്ന് വർദ്ധിച്ച് വീര്യത്തോടെയും തിളക്കത്തോടെയും തലയുയർത്തി നിൽക്കുന്നു നമ്മുടെ ഭാരതം. ഭാരത് മാതാ കി ജയ്. താങ്ക് യു.